ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് യൂസർ ഇൻപുട്ടിനെ കുറിച്ചാണ്. സോ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഒരു ഡാറ്റ നമ്മുടെ പ്രോഗ്രാമിലോട്ട് എൻ്റർ ചെയ്യാം, അതിനെയാണ് നമ്മൾ യൂസർ ഇൻപുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഒരു ഡാറ്റ എങ്ങനെ കൊടുക്കാം. സോ ഇതിനെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് console.readLine എന്ന് പറയുന്ന മെത്തേഡാണ്. സോ റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഔട്ട്പുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു, പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു കൺസോളിൽ. റീഡ് ലൈൻ ആണെങ്കിൽ നമുക്ക് കൺസോളിൽ നിന്ന് ഒരു ഡാറ്റ നമുക്ക് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. സോ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ഇവിടെ വരുന്നു. നമ്മൾ ആദ്യം കൺസോളിൽ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. console.writeLine എന്ന് പറയുന്ന മെത്തേഡ് എൻ്റർ യുവർ നെയിം എന്ന് കൊടുക്കുന്നു. എൻ്റർ യുവർ നെയിം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു പേര് നമുക്കൊരു സ്ട്രിങ്ങിലോട്ട്, ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. സോ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡാറ്റ ഇൻപുട്ട് സ്വീകരിക്കുന്നത്. സോ നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, സ്ട്രിങ് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇത് നമ്മൾ റിസീവ് ചെയ്യുന്നത് കൺസോളിലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ വഴിയാണ്, റീഡ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ജസ്റ്റ് നമ്മളിവിടെ കോൾ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ സംഭവം ഇവിടെ പ്രിൻറ്റ് ചെയ്യാം. console.writeLine യുവർ നെയിം ഈസ്, നമുക്കിതുപോലെ ഒരു പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചത് യോജിപ്പിക്കാം. യുവർ നെയിം ഈസ് നെയിം, നമ്മൾ എൻ്റർ ചെയ്ത നെയിം. സോ നമുക്കിതുപോലൊരു വാർണിംഗ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു നൾ വാല്യൂ ടു ദ നോൺ നല്ലബിൾ ടൈപ്പ്, ഇതുപോലൊരു വാർണിംഗ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു സ്ട്രിങ്ങിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇതുപോലെ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാർണിംഗ് പോകുന്നതായിരിക്കും. സോ നമ്മൾ നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യുന്നു, നമുക്ക് റൺ ചെയ്യാം. സോ റൺ ചെയ്ത് കഴിഞ്ഞ് നമ്മളോട് ഒരു പേര് നമ്മുടെ പേര് എൻ്റർ ചെയ്യാൻ ചോദിക്കും. എൻ്റർ യുവർ നെയിം. സോ ഞാനിവിടെ പീറ്റർ എന്ന് എൻ്റർ ചെയ്യുന്നു. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യുവർ നെയിം ഈസ് പീറ്റർ എന്ന് പറയുന്ന റിസൾട്ട് എനിക്ക് ലഭിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു സ്ട്രിങ് ആണ് നമ്മൾ എൻ്റർ ചെയ്തത്, നമുക്ക് ഒന്നുകൂടി എൻ്റർ ചെയ്യാം. സോ ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു, പ്രോഗ്രാം റൺ ചെയ്യുന്നു. ഓക്കെ, സോ ഞാനിവിടെ ജോൺ എന്ന് എൻ്റർ ചെയ്യുന്നു. സോ നമുക്കിവിടെ യുവർ നെയിം ഈസ് ജോൺ എന്ന് ലഭിക്കുന്നു. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം, നമുക്ക് സ്ട്രിങ് റിസീവ് ചെയ്യാം. സോ നമുക്കിനി ഇവിടെ ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കൊരു നമ്പർ എങ്ങനെ നമുക്ക് റിസീവ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്പർ റിസീവ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണമായി നമ്മളിവിടെ താഴോട്ട് കോപ്പി ചെയ്യുന്നു. ഇത്രയും ഭാഗം നമുക്ക് കമൻറ്റ് ചെയ്യാം. നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ സ്ട്രിങ്ങിന് പകരമായി ഇവിടെ ഇൻറ്റിജർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിസീവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ റീഡ് ലൈൻ എന്ന് പറയുന്ന മെത്തേഡ് വഴി നമുക്ക് ലഭിക്കുക ഒരു സ്ട്രിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എറർ നോക്കിയാൽ കാണാം, കനോട്ട് ഇംപ്ലിസിറ്റ്ലി കൺവേർട്ട് ടൈപ്പ് സ്ട്രിങ് ടു ഇൻറ്റിജർ. സോ നമുക്ക് റീഡ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് കാര്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുക. സോ അതിന് നമുക്കിവിടെ ഇൻറ്റ് നെയിം, സോ നമുക്കിവിടെ എൻ്റർ എ നമ്പർ എന്ന് എൻ്റർ ചെയ്യാം. എൻ്റർ എ നമ്പർ. സോ നമ്മൾ വേരിയബിൾ നെയിം നമ്മൾ നമ്പർ എന്ന് കൊടുക്കാം. സോ ഇതിനെ നമുക്ക് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ അതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് കൺവേർട്ട് എന്ന് പറയുന്നൊരു ക്ലാസ് കൺവേർട്ട് ഡോട്ട് 32 ഇൻറ്റ് 32 എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമുക്ക് കോൾ ചെയ്യാം. ഈ മെത്തേഡിനുള്ളിലോട്ട് നമുക്ക് ഈ റീഡ് ലൈൻ മെത്തേഡ് ഇതിനുള്ളിലോട്ട് മാറ്റാം. കട്ട് ചെയ്ത് ഇതിനുള്ളിലോട്ട് മാറ്റുക. സോ നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഇൻറ്റിജർ ആയിട്ട് നമ്മുടെ വേരിയബിൾ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു സ്ട്രിങ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഡബിളിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഡബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡബിളിലോട്ടും കൺവേർട്ട് ചെയ്യാം. സോ നമ്മൾ തൽക്കാലം ഇൻറ്റിജർ 32 എന്ന് തന്നെ കൊടുക്കുന്നു. സോ നമ്മളിവിടെ യുവർ നമ്പർ ഈസ് നമുക്കിതുപോലെ പ്ലസ് കൊടുത്ത ശേഷം നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ എ നമ്പർ എന്ന് ചോദിക്കും. ഞാനിവിടെ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യുവർ നമ്പർ ഈസ് 10 എന്ന് ലഭിക്കും. സോ നമുക്കിനി ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആണ് കാണേണ്ടതെങ്കിൽ, സോ നമുക്കിവിടെ ആൻസറിൻ്റെ ഭാഗത്ത് വന്നിട്ട് സ്ക്വയർ ഓഫ് നമ്മളിവിടെ നമ്പർ കൊടുക്കുന്നു. ഈസ് ഒരു പ്ലസും കൂടി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്പർ ഇൻറ്റു നമ്പർ എന്ന് കൊടുക്കാം. നമ്പർ ഇൻറ്റു നമ്പർ. സോ സ്ക്വയർ ഓഫ് നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ ഈസ് നമ്പർ ഇൻറ്റു നമ്പർ. സോ നമുക്ക് എൻ്റർ എ നമ്പർ ടു ഫൈൻഡ്
സ്ക്വയർ എന്ന് കൊടുക്കാം. സ്ക്വയർ. ഓക്കെ, സേവ് ചെയ്യാം. സോ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ നമ്പർ ടു ഫൈൻഡ് സ്ക്വയർ എന്ന് ചോദിക്കും. സോ ഞാനിവിടെ 10 എന്ന് കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് 10 ഈസ് 100 എന്ന് ലഭിക്കുന്നു. സോ ഈസിന് മുമ്പായിട്ട് നമുക്കൊരു സ്പേസ് കൂടി കൊടുക്കാം. 100 എന്ന് ലഭിക്കുന്നു. സോ നമുക്ക് ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 3 എന്ന് പറയുന്ന നമ്പർ എൻ്റർ ചെയ്യാം. 3 എന്ന് പറയുന്ന നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് 3 ഈസ് 9 എന്ന് ലഭിക്കുന്നു. സോ ഈ ഒരു രീതിയിൽ നമുക്ക് യൂസർ ഇൻപുട്ട് റിസീവ് ചെയ്യാൻ സാധിക്കും. സോ റീഡ് ലൈൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ റീഡ് ലൈൻ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു സ്ട്രിങ് ആയിരിക്കും. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്കിതുപോലെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം. ഇൻറ്റിജറിലോട്ടോ ഡബിളിലോട്ടോ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇൻറ്റിജറും ഡബിളും വാല്യൂ റിസീവ് ചെയ്യാൻ സാധിക്കും.